ബിഗ് ടി വി 24/7 ഈ ഒരു തുടക്കം മുതൽ തന്നെ ഉണ്ടാവും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ I'll get started with the official duties that I've been നമുക്ക് വേണ്ടി ഇവിടെ എത്തിക്കുന്നത്. That is the first question. Who are the leaders? മാറുന്ന ലോകത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും അനുഭവ സമ്പത്തും കൂടെ നിൽക്കുന്നവർ തരുന്ന ആത്മവിശ്വാസവുമാണ്. മൂടിക്കിടന്ന വലിയ വാസ്തവങ്ങളിലേക്ക് വാർത്തയുടെ കാമ്പ് തേടുന്ന യാത്ര. വാഗ്ദാനങ്ങളല്ല, ഇത് മാറ്റത്തിന്റെ പുതിയ തുടക്കം. സകല ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ള അതിജീവന പോരാട്ടമാണ്. I am Anil Airur, Chairman and Managing Editor, Big TV, Big Reality. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്ക്രീനിലെത്തും, സ്വീകരണ മുറിയിലെത്തും. അവിടെ കണ്ടിട്ട് ജഡ്ജ് ചെയ്ത പോരെ. ഒരു മീഡിയയും സത്യം പറയുന്നില്ല എന്ന് ഞാൻ പറയില്ല, കള്ളം പറയുന്നു ഞാൻ പറയില്ല. എല്ലാ മീഡിയയും സത്യം പറയുന്നുണ്ട്. പറയുന്ന വഴികളുടെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തവണ നമ്മൾ ന്യൂസ് ചാനലുമായിട്ട് വീണ്ടും വരുമ്പോൾ അതിനൊരു പെർസ്പെക്റ്റീവിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ആ പെർസ്പെക്റ്റീവ്, ആ ഒരു ഡിഫറൻസ് ഇപ്പോഴത്തെ കാലഘട്ടം ഈ സൊസൈറ്റി ആവശ്യമുണ്ടെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് അതാണ്, അത് ന്യൂസ് ചാനൽ തന്നെയാണ്, ബട്ട് വിത്ത് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ്. That Big TV is going to bring to the Malayali news audience, and we are so looking forward to the launch. Of course, today is the official logo launch, but having you here makes it very special. We would love to hear what you have in your mind for the Kerala audience. Coming to the Malayalam and next into the Karnataka, if everything goes well. We want to bring the same fearless journalism to the Malayalam people, because the way I feel is the state needs independent editorial decisions, which we have an extraordinary editorial team. I take this opportunity to congratulate our editorial team. Sujaya, I really thank you, and Joshi sir, Venu sir, all of the Lakshmi, all of the team. I'll pass on the mic to the Anil sir, because I want them to do the talking rather than me. Thank you, sir. ഞാൻ വിജയ് പരിചയപ്പെടുന്നത് ഒരു വർഷം മുമ്പാണ്. സാറിൻ്റെ നെറ്റ്വർക്ക് ഞങ്ങളൊരു വാമ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റുമായിട്ടാണ് കാണുന്നത്. ചർച്ചകളിൽ കൂടി മലയാളം അടുത്തറിയുകയും ഇവിടുത്തെ ഇൻഡസ്ട്രി അറിയുകയും ഈ ഒരു സാധ്യത എക്സ്പ്ലോർ ചെയ്യുകയും ഞങ്ങൾ പഠിക്കുകയും ഈ ഒരു കാഴ്ചപ്പാടോട് തന്നെ ഇവിടെ വരണമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ ആ ഒരു സ്പേസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞാൻ തെലുങ്കിൽ കണ്ട തെലുങ്ക് എഡിറ്റോറിയൽ ടീം ഇവിടെയുണ്ട്. വിൽ ഓൾസോ കോൾ ദം ഓൺ സ്റ്റേജ്. സോ ഈസ് നെവർ ഇൻ്റർഫിയർഡ് ഇൻ any matter in the content section of Telugu channel, which is a very very sensitive area in Telugu, but we never interfered. That is one of the best quality I found. So that's how we thought, okay, we can align together and we can start the channel here. But I'll allow to call Sujaya Parvati on the stage. അധികാരത്തിന്റെ ഇടനാഴികളിൽ സത്യം നിരന്തരം അടിച്ചമർത്തപ്പെടുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ നീതിക്കായി ഉയരുന്ന ഒരു കരുത്തുറ്റ ശബ്ദം? നീതിയുടെ നിലയ്ക്കാത്ത ആ ശബ്ദമാവുകയാണ് ഞങ്ങൾ. 2 പതിറ്റാണ്ട് നീണ്ട മാധ്യമ പ്രവർത്തനം എനിക്കെന്ത് കിട്ടുമെന്ന് ആശിച്ചല്ലായിരുന്നു. നിലകൊണ്ടത് ആരെന്നറിയാത്ത ആയിരങ്ങൾക്ക് വേണ്ടിയാണ്. നിഷ്പക്ഷത എന്നാൽ മൗനമല്ല, വാർത്തയ്ക്ക് പിന്നിലെ കരുത്താണ്. I am Sujaya Parvati, Chief Editor, Big TV, Big Reality. Ladies and gentlemen, ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ബിഗ് പേഴ്സണാലിറ്റി തന്നെയാണ്. ഇത് ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് കൂടിയാണ്. കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. നമ്മുടെ ഈ ഒരു റൈസിംഗ് സ്റ്റാർ ഇസ് നൺ അതർ ദാൻ സുജയ പാർവതി, മലയാള വാർത്താ ചാനൽ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്റർ. സുജയനെ ആദ്യം വിളിക്കണമെന്ന് തോന്നിയത് കാരണം മലയാള മാധ്യമ മേഖലയിലെ ആദ്യ വനിതാ ചീഫ് എഡിറ്റർ. അതെല്ലാ വനിതകൾക്കും ഒരു ഇൻസ്പിറേഷൻ ആകും.
അതല്ലെങ്കിൽ തന്നെയും സുജയ അതിന് ക്വാളിഫൈഡ് ആണ് വിത്തൗട്ട് ജെൻഡർ ബേസിസ്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ അങ്ങനെയല്ല സെലക്ട് ചെയ്തത്, ഒരു വനിത ആയതുകൊണ്ടല്ല. ഷീ ഗോട്ട് ദാറ്റ് മച്ച് ഓഫ് ടാലൻറ്റ് ടു ലീഡ് എ ടീം. സോ ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. സോ അത് യാദർശ്യമായിട്ട് ഫസ്റ്റ് ചീഫ് ഇട്ടാണ് പിന്നീട് മനസ്സിലായത്, മിസ്റ്റർ വേണുഗോപാലകൃഷ്ണൻ എന്നോട് ഇൻഫോം ചെയ്തപ്പോഴാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ആക്ച്വലി വേണുഗോപാലകൃഷ്ണൻ ഈസ് ദ ന്യൂസ് ഡയറക്ടർ. ആദ്യം തന്നെ നല്ല വാക്കുകൾക്ക് ഈ അവസരത്തിന് ബിഗ് ടി വി ഗ്രൂപ്പിനും അതുപോലെ തന്നെ അനിൽ അയരൂർ സാറിനും നന്ദി. ഞാൻ ഈ ഒരു മൊമെന്റിൽ അക്നോളജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് വരെ ഒരു വാർത്താ വായനക്കാരിയായിരുന്ന എന്നെ ഒരു ന്യൂസ് പ്രസന്റർ എന്ന നിലയിൽ മോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അനിൽ അയരൂർ എന്ന വ്യക്തിയാണ്. ഹി ഈസ് മൈ മെന്റർ. ഇനി ബിഗ് ടി വിയെ കുറിച്ച്. ബിഗ് ടി വിക്ക് മുൻപും ശേഷവും എന്ന രീതിയിൽ മലയാള വാർത്താ ചാനലുകൾ അടയാളപ്പെടുത്തണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അതാണ് ബിഗ് ടി വിയുടെ ബിഗ് വിഷൻ. അവനവനേക്കാൾ മുൻപേ അവനവന്റെ പരസ്യവണ്ടി പുറപ്പെടുന്ന കാലമാണ്. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന ഞാൻ പറച്ചിലുകളുടെ കാലം. മാധ്യമപ്രവർത്തനത്തിൽ ഒരേ ഒരു മേലധികാരിയേ ഉള്ളൂ, വാർത്ത മാത്രം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ ഈ വേദിയിൽ തുല്യ നിലയിലുള്ളവരായി നമുക്ക് കണ്ടുമുട്ടാം. ഐ എം വേണു ബാലകൃഷ്ണൻ, ന്യൂസ് ഡയറക്ടർ, ബിഗ് ടി വി, ബിഗ് റിയാലിറ്റി. ഇപ്പോൾ അനിലയിലൂര് പറഞ്ഞതുപോലെ ഇത് 11ാമത്തെ ചാനലായിട്ട് വരികയാണ്. മറ്റൊരു മാധ്യമങ്ങളും തുടങ്ങുമ്പോൾ കേൾക്കാത്ത ഒരു ചോദ്യം എപ്പോഴും ദൃശ്യമാധ്യമങ്ങൾ തുടങ്ങുമ്പോൾ കേൾക്കാറുള്ളതാണ്, എന്തിനാണ് ഇനി ഒരു ചാനൽ കൂടിയെന്ന്. ചുരുക്കി പറയാം, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ 2 ധാരകളുണ്ട്. ഒന്ന് ഈ വലിയ മീഡിയ ഹൗസസ് അവർ നടത്തുന്ന ദൃശ്യമാധ്യമ സ്ഥാപനങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം നല്ല ശക്തമാണ്, പക്ഷേ അതിൻ്റെ രീതി പരമ്പരാഗതമാണ്. പിന്നീട് വന്ന പുത്തൻ തലമുറ ചാനലുകളുണ്ട്, അതിൻ്റെ അവതരണത്തിൽ നല്ല ഊർജമുണ്ട്, പക്ഷേ ഉള്ളടക്കത്തിൻ്റെ ഉൾക്കരുത്തതിനില്ല. അപ്പോൾ പുതിയ മലയാളിക്ക് ഇത് രണ്ടും അറിയാം. ഒന്ന്, എന്തോ നഷ്ടപ്പെടുന്നു, രണ്ടിലും എന്തോ ഓരോ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഘടകങ്ങൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് പുതിയ മലയാളിയും എത്തിയിട്ടുണ്ട്. ഇതുവരെ ദൃശ്യമാധ്യമങ്ങളെ പിന്തുണച്ചിട്ടുള്ള 11ാമത്തെ ചാനലിനും അതുകൊണ്ട് തന്നെ അവസരം നൽകുന്ന മലയാളിയുടെ മുന്നിൽ ഒരു ചോദ്യമായുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ബിഗ് ടി വി. ഈ ഉള്ളടക്കത്തിൻ്റെ ഉൾക്കരുത്തും അവതരണത്തിൻ്റെ ഊർജവും ഒരുപോലെ കിട്ടുന്ന ഒരേ ഒരു സ്ക്രീനായിരിക്കും ബിഗ് ടി വിയുടെ. വാ വരട്ടെ എന്ന മട്ടിൽ നേരിടും. 24 വർഷത്തെ എൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതവും ഇങ്ങനെയാണ്. ഏതു പ്രതിസന്ധിയെയും മടവാളിന്റെ ചുണയോടെ എതിരിടും. അങ്ങനെയാണ് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനായത്. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വലിയ സത്യങ്ങൾ തേടിയിറങ്ങിയത്. നിയമ സംവിധാനങ്ങൾക്ക് പോലും കണ്ടെത്താനാവാത്ത പോയ കുറ്റകൃത്യങ്ങൾ തേടിപ്പോയത്. ആ ഊർജത്തിന്റെ കരുത്തിൽ നിന്നാണ് പുതിയ ചുവടുവയ്പ്. നാം അറിയേണ്ട സത്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. പുതിയ വാർത്തകളുടെ വലിയ ലോകം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുമ്പോൾ ഞാനുമുണ്ട്. ഐ എം ജോഷി കുര്യൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ. ഒരു വ്യക്തിപരമായി പറഞ്ഞാൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സാധാരണഗതിയിൽ ഒരു എഡിറ്റോറിയലിന്റെ തലപ്പത്തേക്ക് വരിക സാധാരണ ഡെസ്കിൽ നിന്നുള്ളവരാണ്. ഈ മലയാള ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ 30 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 20 വർഷവും ഞാൻ എൻ്റെ ഭാഗമാണ്. ഈ 20 വർഷവും ഫീൽഡിൽ ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ എഡിറ്റോറിയലിൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരുന്നത്. രണ്ടാമത്തേത്, ഞാൻ കരുതുന്നത് ഏതൊരു ടെലിവിഷൻ ചാനലിലും അതിൻ്റെ സൂപ്പർ താരങ്ങൾ എന്ന് പറയുന്ന അതിൻ്റെ ഫീൽഡിലുള്ള റിപ്പോർട്ടർമാരാണ്. ബിഗ് ടി വിയെ സംബന്ധിച്ചിടത്തോളം അവർ വെറും റിപ്പോർട്ടർമാരല്ല, ഫീൽഡിലുള്ള ഓരോരുത്തരും ഈ ബിഗ് ടി വിയുടെ പ്രസന്റേഴ്സ്, അവതാരകരായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ പറയില്ലേ, വെയിറ്റ് ആൻഡ് സീ. മലയാള വാർത്താ ചാനലുകളുടെ 2 പതിറ്റാണ്ട് കാലത്തെ വളർച്ചയ്ക്കൊപ്പമായിരുന്നു എൻ്റെ യാത്ര. ഞാൻ കണ്ട മനുഷ്യരും റിപ്പോർട്ട് ചെയ്ത വാർത്തകളുമായിരുന്നു എൻ്റെ പാഠശാല. കോടതി മുറികളിലെ വാർത്തകൾ അതിൻ്റെ ഗൗരവം ചോരാതെ ജനകീയ സ്വഭാവത്തിൽ പ്രേക്ഷകരിലെത്തിക്കാൻ ഞാൻ നടത്തിയ എളിയ ഇടപെടലുകൾ എവിടെയൊക്കെയോ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. സമൂഹ മാധ്യമങ്ങൾ വഴി എല്ലാവരും മാധ്യമപ്രവർത്തകരായി മാറുന്ന കാലമാണിത്. ഉത്തരവാദിത്വം കൂടുന്നുണ്ട്. വാർത്തകൾ എന്നാൽ വിവരങ്ങൾ മാത്രമല്ല, അതിനപ്പുറവും ആഴമുള്ള സമഗ്രതയാണ് എന്നാണ് എൻ്റെ ബോധ്യം.
വാർത്തായാത്ര തുടരുകയാണ്. I am S. Vijaykumar, Executive Editor, Big TV, Big Reality. നേരത്തെ രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 20 വർഷം ദൃശ്യമാധ്യമ മേഖലയിലുണ്ട്. അതിൽ 2 പുതിയ ചാനലുകൾ തുടക്കത്തിൽ തന്നെ ഇതുപോലെ വേദിയിൽ നിന്ന് 2 പുതിയ ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുമായി സംസാരിക്കാനുള്ള ഭാഗ്യമെന്നോ അവസരമെന്നോ പറയാം, അതും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരു പക്ഷേ എൻ്റെ ഒരു അനുഭവം, ഒരു എനിക്ക് ആത്മവിശ്വാസത്തോടെ ഈ വേദിയിൽ നിൽക്കാനുള്ള കരുത്തും അതുതന്നെയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീമിനെ പറ്റി തന്നെയാണ്. കേവലാർത്ഥത്തിൽ പറയുന്ന എഡിറ്റോറിയൽ ടീമല്ല. ഇനി ഒരു എഡിറ്റോറിയൽ ടീം ദൃശ്യമാധ്യമ മേഖലയിൽ എന്താണ്, ഒരു എഡിറ്റോറിയൽ ടീം ദൃശ്യമാധ്യമ മേഖലയിൽ എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത് എന്ന് മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണാൻ പോവുകയാണ്. എഡിറ്റോറിയൽ ടീമിന്റെ കരുത്ത്, കാമ്പ്, മലയാളത്തിലെ ദൃശ്യമാധ്യമ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്ന് കാണാൻ പോകുന്ന ദിവസങ്ങളിലേക്കാണ് ഞങ്ങൾ മലയാളത്തിലെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഇത് ആരുടെയും PR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കില്ല, ആരുടെയും PR ടീം ആയിരിക്കില്ല. ഇത് വിശാലാർത്ഥത്തിൽ എക്കാലത്തും പ്രതിപക്ഷത്തിന്റെ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കേവലം പ്രതിപക്ഷമല്ല, എക്കാലത്തും ഞങ്ങൾ പ്രതിപക്ഷമായിരിക്കും. ആ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഉയർന്നു കേൾക്കാൻ പ്രാപ്തമായ ജേർണലിസമാണ് ഈ വേദിയിൽ നിന്ന് എനിക്ക് ഈ ടീമിന് വേണ്ടി ഈ ടീമിനൊപ്പം വാഗ്ദാനം ചെയ്യാൻ കഴിയുന്നു. നമസ്കാരം. എനിക്ക് വെറും വാക്കുകളല്ല, ആയുധങ്ങളാകുന്ന ചുട്ട മറുപടികളാണ്. അതിന്റെ ദിശാബോധമാണ്, അതിന്റെ കാഴ്ചപ്പാട്. നാട് മിണ്ടാൻ മടിക്കുന്നിടത്തും ഞാൻ പറയും. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, മുഖം നോക്കാത്ത ചോദ്യങ്ങൾ. സത്യത്തെ വളച്ചൊടിക്കാനും വിഴുങ്ങാനും ശ്രമിക്കുന്നവർ പേടിക്കണം. കാരണം ഇവിടെ മര്യാദകളെക്കാൾ വലുത് നീതിയാണ്. തർക്കിക്കാനല്ല ഞാൻ വരുന്നത്, ഓരോ വാക്കും തറപ്പിച്ചു പറയാൻ. അയാൾ അപർണാക്കുളു, സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ, ബിഗ് TV, ബിഗ് റിയാലിറ്റി. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഒരു മാറ്റത്തെക്കുറിച്ചാണ് രഞ്ജനി പറയുന്നത്. ആ മാറ്റത്തിലേക്ക് കടക്കുന്ന സമയമാണ്. നമ്മൾ പറഞ്ഞതുപോലെ ശബ്ദം ഇല്ലാത്തവരില്ല, നിശബ്ദരാക്കപ്പെട്ടവർ മാത്രമാണ് ഉള്ളതെന്നാണ് അരുന്ധതി റോയുടെ ഒരു കോട്ടാണ്. അത് ഈ നിശബ്ദത എന്ന് പറയുന്നത് വാർത്തയ്ക്ക് നേരെ വരുന്ന ഒരു കമാൻഡോ ഓർഡറോ ഒന്നും ആകണമെന്നില്ല. ആ വാർത്ത വൈകിപ്പിക്കലാകാം, ആ വാർത്ത തിരുത്തലാകാം, ഒരുപക്ഷെ ആ വാർത്ത ഇല്ലാതാക്കലുമാകാം. അങ്ങനെ പല രാഷ്ട്രീയ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി വാർത്ത ഇല്ലാതാക്കുന്നതാണ് ഏതു മാധ്യമ പ്രവർത്തകന്റെയും ഏറ്റവും വലിയ വേദന. സത്യത്തിന് വേണ്ടി നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്, അതേസമയം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടവുമുണ്ട്. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ബാലൻസിങ് ഭയങ്കര കഠിനമാണ്. ആ കഠിനമായിട്ടുള്ള പാത കാരണം ഈ വഴിവിട്ടു പോയ ഒരുപാട് പേരുണ്ട്. പക്ഷേ അന്തസ്സോടുകൂടിയുള്ള അതിജീവനം മാധ്യമ പ്രവർത്തകർക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സിസ്റ്റത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് സത്യത്തിനായി പോരാടാൻ ഒരിടം കണ്ടെത്താൻ കഴിയും എന്നുള്ളത് ബിഗ് ടിവിയുടെ വിഷണറി അനിൽ അയ്യൂരിന്റെ ഒരു ചിന്ത മാത്രമല്ല, ഇതാണ് ബിഗ് TV മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്ന ഒരു വാഗ്ദാനം. ആ സിസ്റ്റത്തിനകത്ത് നിന്ന് എങ്ങനെയായിരിക്കും നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് അത് വരും ദിവസങ്ങളിൽ കാണും. കേരളം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിൽ തൊട്ടു തുടങ്ങും ആ കലർപ്പില്ലാത്ത വാർത്ത എന്താകും എന്നുള്ളത്. അത് ബിഗ് TVയുടെ വാഗ്ദാനം കൂടിയാണ്. നന്ദി. ആരെയും കൂസാത്ത അധികാര ധാർഷ്ട്യം, ആണെന്ന അഹന്ത, ഉള്ളു പൊള്ളിപ്പിടഞ്ഞ പെണ്ണിനോട് ഭീഷണി, ഇതത്രയും കേരളം കണ്ടതാണ്. തുരുത്തിലെന്ന പോലെ ഒറ്റപ്പെട്ടു നിന്ന അവളെ കണ്ടു, കേട്ടു, ഒപ്പം നിന്നു. അവളെ പോലെ മറ്റു പലരെയും നാടറിയേണ്ടത് വിളിച്ചു പറഞ്ഞു. തോറ്റു പിന്മാറില്ല, ചുവടുകൾ ഉറച്ചതാണ്. നീതിയുടെ വെളിച്ചം കാണും വരെ മുന്നോട്ട്. ന്യൂസ് റൂമിന് പുറത്തേക്ക് നീളുന്ന സമരമാണ്, ചേർത്ത് പിടിക്കലാണ് എനിക്ക് മാധ്യമ പ്രവർത്തനം. ഐ എം ലക്ഷ്മി പത്മ, കോർഡിനേറ്റിംഗ് എഡിറ്റർ, ബിഗ് TV, ബിഗ് റിയാലിറ്റി. സത്യത്തിൽ ഞാൻ ഈ ടീമിനൊപ്പം നിൽക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ മാധ്യമപ്രവർത്തനം ഞാൻ സൂര്യ TV-യിൽ നിന്ന് തുടങ്ങിയതാണ്. അന്ന് മുതൽ ഏറ്റവും അവസാനം ന്യൂസ് മലയാളത്തിൽ ആണ് ഞാൻ ജോലി ചെയ്തത്. ഈ ടീമിൽ, ഈ നിൽക്കുന്ന എഡിറ്റോറിയൽ ടീമിൽ 3 പേർക്കൊപ്പമാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. S. വിജയകുമാർ, ജോഷി കുര്യൻ, സുജയ പാർവതി. അനിൽ അയ്യൂരിനൊപ്പവും വേണു ബാലകൃഷ്ണനൊപ്പവും ഞാൻ ജോലി ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടിച്ചേരുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ, അവരിൽ ഒരാളായി നിൽക്കുമ്പോൾ ശരിക്കും പ്രൗഡാണ്. അനിൽ അയ്യൂർ എന്തൊക്കെയാണ് ദൃശ്യമാധ്യമ രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്തു വരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.
അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ സത്യത്തിൽ ഞാൻ ഇത് സാറിനോടോ ഈ ടീമിനോടോ പറഞ്ഞിട്ടില്ല. എൻ്റെ വളരെ അടുത്ത ദൃശ്യമാധ്യമ രംഗത്തെ വളരെ കാലം പരിചയമുള്ള ഒരു സുഹൃത്തിനോട് ചോദിച്ചു. മറ്റൊരാളെ പോലെ ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ഉപദേശം ചോദിച്ചപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കാനില്ല, ടെലിവിഷൻ മേഖലയിലെ രാജമൗലിയാണ് അനിൽ അരൂർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് സാറിലുണ്ട്, ഈ ടീമിലുണ്ട്, സുജയ പാർവതിയിലുണ്ട്, എൻ്റെ ടീമിൽ, അതിനുശേഷം നമ്മളോടൊപ്പം ചേർന്ന എല്ലാ ടീമിലും, ഈ ബിഗ് ടീമിൽ വലിയ വിശ്വാസമാണ് ഉള്ളത്. 11ാമത് ഒരു ചാനൽ എന്തിനാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ബിഗ് ടി വി. എന്നിലുള്ള ജേർണലിസ്റ്റിനെ വളരെ നന്നായി പ്രകാശിപ്പിക്കാനുള്ള ഒരു ഇടമായിരിക്കും ബിഗ് ടി വി എന്ന തിരിച്ചറിവിലാണ് ഞാൻ ചേർന്നത് ഇവര് they have already also makes me happy is if you see there is kind of equal representation because എൻ്റെ ബ്രീഫ് ചെയ്തുകൊണ്ടിരുന്നപ്പം a lot of women, കുറേ സ്ത്രീകളായിരുന്നു എൻ്റെ അടുത്ത് വന്ന് ബ്രീഫ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് നമ്പേഴ്സ് പറഞ്ഞു. ഇവിടെ ഒരു മനഃപൂർവ്വം ചെയ്തതല്ല, ടാലന്റിന്റെ ബേസിൽ റിക്രൂട്ട്മെന്റ് നടത്തിയപ്പോൾ പോലും കിട്ടിയിരിക്കുന്നത് ഒരു ഈക്വൽ നിങ്ങൾക്ക് തെലുങ്ക് അറിയില്ലെങ്കിലും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം പറയാം. ഇതിനകത്തൊരു സുജയുണ്ട്, ഇതിനകത്തൊരു വേണുഗോപാലകൃഷ്ണനുണ്ട്, ഇതിനകത്തൊരു SBG മോറുണ്ട്. They are doing wonderful job. Satish sir is the managing editor. Ashok is the executive editor. Ashok sir. They are all speaking Telugu. So then definitely. Rana, co-founder, director, Big TV Malayalam, Group CEO. I would welcome Vijay sir. Sir, welcome to Kerala. And it's very kind of you to be present over here. He has given enough time to us out of his busy schedule. Big TV, coming from marketing and even today being a student of marketing, we are addicted for 4 P's, 5 C's, something like that. So, so in Big TV also I would basically break it into 5B. Like we started with big aspiration, Okay. some big dreams, that then shifting, towards belief ki yes, we will do this, we are coming up with this. Once our belief was, like it was sealed, then it was time for the board discussions. So Excel sheets, those presentations, how... 7. തെളിയിച്ചവർ തന്നെയാണ്. പക്ഷേ വലിയ മാറ്റങ്ങളുമായി അവർ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു ആസ് ന്യൂസ് ലീഡേഴ്സ്. താങ്ക് യു സോ മച്ച്. നിങ്ങളിൽ നിന്ന് വലിയ വലിയ പ്രതീക്ഷകളാണ് നമ്മൾ പ്രേക്ഷകർക്ക്. ബിഗ് ടി വിയുടെ മുഖമായി എല്ലാവരുടെയും സ്വീകരണ മുറിയിൽ ഇനി നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ടു ദി ന്യൂസ് ലീഡേഴ്സ്. താങ്ക് യു വെരി മച്ച്. ഘട്ടത്തിൽ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യയും വാർത്തയുടെ സത്യസന്ധതയും കാഴ്ചവെക്കാൻ എത്തുന്ന ഫീൽഡിലെ റിപ്പോർട്ടേഴ്സ് ആണ് ഇപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരു എക്സാംപ്ലറി ആയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. വിരസമായ ചർച്ചകൾക്ക് പകരം ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന പച്ചയായ വാസ്തവങ്ങളായിരിക്കും ബിഗ് ടി വിയിലൂടെ ഇവർ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കാൻ പോകുന്നത്, അല്ലേ വേണു സാർ? തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, രഞ്ജിനി കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട് നമുക്ക്. നമുക്ക് വിവരങ്ങൾ എത്തിക്കുവാനുള്ളവർ ഇനിയുമുണ്ട്. അർച്ചന രവീന്ദ്രൻ, റാഫീഖ് കരീം, ചിന്റു ജെ ദാസ് എത്താൻ പോകുന്നത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മുഹൂർത്തം തന്നെയാണ്. വി ആർ സോ എക്സൈറ്റഡ്. ഒരിക്കൽ കൂടെ ഒരു നല്ലൊരു കൈഡി കൊടുക്കാം. ബിക്കോസ് വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഇവർ നൽകിയിരിക്കുന്നത്. പക്ഷെ അതിന് കൂടെ ഒരു സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് മേക്സ് റിപ്പോർട്ടിംഗ് വെരി വെരി എക്സൈറ്റിംഗ്. വെൻ യു ഹാവ് ദാറ്റ് ഫ്രീഡം ടു സ്പീക്ക് ദ ട്രൂത്ത്, then it becomes very, very, very important to the society that we live in. So thank you so much to the team. Can we give them a loudest round of applause? Big TV 24/7 മലയാളത്തിലൂടെ ഇനി ഇവരുടെ എല്ലാവരുടെയും കഴിവുകളാണ് ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ എത്താൻ പോകുന്നത്. Here's wishing the team the very, very best. They're so excited for this journey. Thank you so much. Thank you. Sir, Vijay sir and Anil sir, please stay back because ini 1, 2, 3. Righteousness, supremacy, impartiality, people, and voice.
TV without fear or favor. വാർത്തകൾക്ക് മിഴിവേകുന്നത്, മനോഹാരിത ഏകുന്നത് ഇവർ ചുറ്റും നടത്തുന്ന മാജിക്കാണ്. ആ ഒരു മായാജാലം നമ്മുടെ സ്ക്രീനുകളിൽ കാണുന്നത് ഇവരുടെ തലയിൽ ആദ്യം ഉദിച്ചിട്ടാണ്. താങ്ക് യു എൻറ്റയർ ടീം, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പം ഇതിന്റെ ഒരു വെല്ലുവിളികൾ എന്തൊക്കെയാണ് സുജിയ മേഡം? ഒരുപാട് ചാർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മാധ്യമ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയാ, ഒരു ചുമതല ആദ്യമായിട്ട് കിട്ടുമ്പോൾ ഇതിന് പേടിയുണ്ടോ? പേടിയില്ല. എന്തെങ്കിലും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും? എനിക്കൊരു നല്ല ടീമുണ്ട്. നല്ലൊരു ടീമുള്ളപ്പോൾ ഒന്നിനെയും പേടിക്കേണ്ടതില്ല. പിന്നെ മുകളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി മുന്നോട്ട് ഇതുവരെ നയിച്ചിട്ടുണ്ടെന്ന് തുടർന്നും ഉണ്ടാകുമെന്ന ആത്മവിശ്വാസവുമുണ്ട്. ഹായ്, ഞാൻ ഫിജി. മലയാളത്തിൽ ഇനിയൊരു ന്യൂസ് ചാനലിന്റെ ആവശ്യം ഉണ്ടോ? ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. മറ്റുള്ളതിൽ നിന്നും എന്താണ് ഇതിലൊരു വ്യത്യസ്തത ഉണ്ടാകുന്നത്? മറ്റുള്ളതിൽ നിന്നും എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരിക്കും. ബിഗ് ടിവിക്ക് മുൻപും ശേഷവും എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞത് വെറുതെയല്ല. ഇടതിനോ വലതിനോ എന്തിനെങ്കിലുമോ ഒപ്പമല്ല, വസ്തുതകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു വാർത്താ ചാനൽ മലയാളിക്ക് നന്യമാണ്. അതായിരിക്കും ബിഗ് ടിവി. ഈ ഒരു ന്യൂസ് ചാനലില് അനൂപ് ജോണിനെ പോലത്തെ ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്? ഞാൻ വന്നത് എന്റർടൈൻമെന്റ് ചാനലിൽ നിന്നാണ്. ഞാൻ 2 ന്യൂസ് ചാനലിന് മുമ്പ് ഉണ്ടാക്കിയില്ല, അതും മലയാളികൾ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ എല്ലാവരിലും ചെറിയ ചെറിയ കഴിവുകളുണ്ട്, അത് നമുക്ക് ആവശ്യമാണ്. One more thing to add, Anup John ആണ് ഞങ്ങളുടെ ചീഫ് കണ്ടന്റ് ഓഫീസർ. കണ്ടന്റ് ഇസ് ദ കിങ് ഓഫ് ദിസ് ചാനൽ. സോ അനൂപ് ജോൺ എന്താണെന്നുള്ളത് അതിലുണ്ട്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. എല്ലാ ചാനലുകൾക്കും അവരുടെ ഒരു ഓഡിയൻസ് ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം ബിഗ് ടിവിക്ക് ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇന്നെല്ലാ പ്രസന്റേഴ്സും സെലിബ്രിറ്റികളാണ്. ഇപ്പൊ ഞാൻ ബിഗ് ടിവി കാണണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ യൂണിക് സെല്ലിംഗ് പോയിന്റ് നിങ്ങളുടെ വ്യൂവർഷിപ്പിലുള്ളത്? ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഉണ്ടാവുമല്ലോ, അതിന് അഡിക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതിന് നിങ്ങൾ ബിഗ് ടിവിയിലേക്ക് പ്രസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? പ്രസന്റേഷനിലാണോ അതോ എന്റർടൈൻമെന്റ് ഇതാണോ, എന്താണ്? ബിഗ് ടി വിയുടെ ചുരുക്കത്തിൽ അത് പറയാം, താങ്കളുടെ നല്ല ചോദ്യവുമാണ്. എന്തിനാണ് ഒരു പുതിയ ചാനൽ, എന്തിന് ഞാനത് കാണണമെന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ എറണാകുളത്താണല്ലോ ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ ഒരു സ്റ്റേഡിയം, അതിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, അവിടെ ഒരു അപകടമുണ്ടാകുന്നു ഒരു MLAക്ക്, അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യം അതൊരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതാണ് അതിനകത്തെ ഏറ്റവും ചെറിയൊരു വാർത്ത. പിന്നെ അതിനുശേഷം ഒരു അപകടമുണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ തലം മാറി ആ വാർത്തയുടെ. ആ അപകടം സംഭവിക്കുന്ന ഒരു MLAക്കാണ്. വീണ്ടും അതിൻ്റെ സ്വഭാവം മാറി. പിന്നെ ആ വേദിയിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിലേക്കാണ് പിന്നീട് നമ്മുടെ വിവരങ്ങൾ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ അതിൻ്റെ സ്വഭാവം പിന്നെയും മാറുന്നു. ആ വേദി പങ്കിട്ടതാരൊക്കെയാണ്? ഈ സുരക്ഷ ഉറപ്പാക്കേണ്ട ആളുകൾ ഉൾപ്പെടെയാണ് ആ വേദിയിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ തലം വീണ്ടും മാറുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ നമുക്ക് പുറത്തേക്ക് എത്തിക്കണം, അല്ലേ? ഇത്രയും വലിയ അപകടം ഉണ്ടാകുന്ന താഴെ ഒരു സ്ലാബ് അങ്ങനെ തന്നെ കിടക്കുന്നതാണ്. അതിൻ്റെ തലം മാറുകയാണ് വാർത്തയുടെ. ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകണം, അതിന് സമയമെടുക്കുന്നു. അതിൻ്റെ തലം വീണ്ടും മാറുന്നു. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി? അതിൻ്റെ മെറിറ്റ് എന്താണ്? അതിന് അനുമതിയുണ്ടോ ആ പരിപാടി നടത്താൻ? പിന്നെ മറ്റ് സുരക്ഷാ അനുമതികളുണ്ടോ? അപ്പോൾ തലങ്ങൾ മാറി മാറി വരികയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഉടമ, ഇതിന് കൊടുത്ത ഇതിൻ്റെ സ്പോൺസർമാർ, അതിൻ്റെ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ, ഇതിനെടുത്തൊരു ഗൈഡ് ലൈൻസ് ഉണ്ടോ? പിന്നെ പല പല പൊളിറ്റിക്കൽ റിയാക്ഷൻസ് വരികയാണ്. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും സോഷ്യൽ റിയാക്ഷൻസ് വരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഞാൻ ആരെയും വ്യക്തിപരമായി പറയില്ല, ഒരു ഉദാഹരണം പറയുകയാണ് ഒരു സംഭവത്തിൻ്റെ. അവരുടെ ഒരു നൃത്ത പരിപാടിയും കൂടെ ആയിരുന്നല്ലോ. അവര് ഈ MLA ഒരിക്കൽ പോലും പോയി കാണാതിരിക്കുക, ഇങ്ങനെ ഒരു പിടി വിഷയങ്ങളാണ്. ഇത് മുഴുവൻ ഓർഗനൈസ് ചെയ്തൊരു സംഘത്തിന് ഒരു നല്ല ഓഫീസ് പോലുമില്ല, ഒരു തട്ടിക്കൂട്ട് ഏർപ്പാടാണെന്ന് പറയും. ഇങ്ങനെ ഇതിന്റെ തലങ്ങൾ മാറി മാറി വരികയായിരുന്നു. അപ്പോൾ ഒരു അപകടത്തിൽ നിന്ന് അത് എത്രമാത്രം തലങ്ങളിലേക്ക് മാറി. അപ്പോൾ അത്രയും വ്യൂ പോയിന്റുകളാണ് വരുന്നത്, അത്രയും റിയാക്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു വാർത്തയ്ക്ക് ഒരുപാട് വ്യൂ പോയിന്റ്സ് ഉണ്ട്, ഒരുപാട് തലങ്ങളുണ്ട്. നമ്മുടെ ന്യൂസ് റൂമുകളിൽ കാണുന്നത് എന്താണ്? ഇത് പറയുന്ന ഒരു ആങ്കർ ഉണ്ടാകും, 1-2 റിപ്പോർട്ടർമാരും ഉണ്ടാകും. അത് രണ്ടുമല്ല.
കാരണം നമ്മൾ എന്തിനെയാണോ അഭിസംബോധന ചെയ്യുന്ന ആ വാർത്തയ്ക്ക് ഒരുപാട് തലങ്ങൾ ഉണ്ട് എങ്കിൽ അത് അവതരിപ്പിക്കുന്ന മേഖലയിലും അത്രയും ഒന്നിലധികം തലങ്ങൾ ഉണ്ടാകണം. അത് വാർത്ത വായിക്കുന്നവരായാലും അത് റിപ്പോർട്ട് ചെയ്യുന്നവരായാലും. അവിടെ നിങ്ങളൊരു കാര്യം കണ്ടു തുടങ്ങും, അപ്പോൾ താങ്കളടക്കം ആ ചാനൽ കാണും. പ്രീവിയസ് ചാനലിൽ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നല്ലോ പ്രസന്റേഷന്. ഈ ചാനലിലും ആ പാറ്റേൺ തന്നെയായിരിക്കും പ്രസന്റേഷൻ, അതോ ഡിഫറെന്റ്? അതിൽ കുറച്ച് ലൗഡായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിനെ പ്രസന്റ് ചെയ്തിട്ടാണ് അതിൽ പ്രസന്റേഷൻ ഉള്ളത്. ഇതിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ആ സ്ഥിരം പാറ്റേൺ തന്നെയായിരിക്കും, അതോ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിലായിരിക്കും പ്രസന്റേഷൻ? വാർത്തയ്ക്കൊരു പാറ്റേൺ പിന്തുടരുന്ന ആളല്ലത്. ഓരോ ദിവസവും എന്നെ തന്നെ പുതുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. അതാണ് അതിന്റെ ശരി എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് 24ലേക്ക് വന്നപ്പോൾ അനിൽ അയിരൂർ എന്ന് പറയുന്ന ലക്ഷ്മി പത്മയുടെ വാക്കുകൾ കടമെടുത്താൽ ന്യൂസ് ചാനലുകളിലെ രാജമൗലി ആവശ്യപ്പെട്ടതുപോലെ ആ സിനിമയിൽ, ആ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ എന്റെ റോൾ നിർവഹിച്ചു. അതുപോലെ ബിഗ് ടിവിയിൽ രാജമൗലിയുടെ അടുത്ത പടമാണ്, അതും ഒരു ബിഗ് ബജറ്റ് പടമാണ്. തെലങ്കാനയിൽ നിന്നുള്ള പ്രൊഡ്യൂസറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ബിഗ് ബജറ്റ് ചിത്രത്തിൽ എന്റെ പെർഫോമൻസ് മാസമായിരിക്കും, ക്ലാസ് മാസം ചേരുന്നതായിരിക്കും. ജമാവിനോടാണ്. ഹലോ, പേര് പറയും. ഷാദുലാണ്. ഈ മറ്റുള്ള ന്യൂസ് ചാനലെല്ലാം വലിയ ടോപ്പിൽ നിൽക്കുവാണ്. ഈ കൊലകൊമ്പന്മാരായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്? അതിനുള്ള ഊർജം എന്താണ്? ഭരണഘടനയാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ, അതാണ് ഊർജം. അനിൽ സാർ, ഇപ്പൊ ഈ ബാക്കിയുള്ള എല്ലാ ന്യൂസ് ചാനലിൽ നിന്ന് അവരുടെ മുഖമായ ഓരോ ആൾക്കാരെയാണ് നിങ്ങൾ അടർത്തി കൊണ്ടുവന്നത്. അപ്പം അവിടെ ഒരു ഭയങ്കര ഒഴിവായി ഇപ്പൊ അവിടെ. പക്ഷേ അവര് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഹെൽത്തി അല്ലാത്ത കോമ്പറ്റീഷൻ വരുമോ? പേടി, അങ്ങനെ എന്തെങ്കിലും പേടി ഉണ്ടാവോ? ഞാനൊരു ഇന്ത്യൻ പൗരനല്ലേ, ജീവിക്കണ്ടേ? അതവിടെ അതിനുള്ള എന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങളും കാര്യങ്ങളും ഈ ഇന്ത്യയിൽ ഉണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ടീമിനോട് പറഞ്ഞു, ഞാൻ ഒരു ചാനലിലും ഇതൊരു കോമ്പറ്റീഷനായിട്ട് കൊണ്ടുവരുന്ന ചാനൽ. എനിക്ക് ന്യൂസിൽ കോമ്പറ്റീഷൻ ഇല്ല. ന്യൂസ് എത്ര മാധ്യമങ്ങൾക്ക് വന്ന്, പ്രിൻ്റ് ആയാലും സോഷ്യൽ മീഡിയ ആയാലും ന്യൂസ് ചാനലായാലും എത്രയൊക്കെ മാധ്യമങ്ങൾ കൂടുതൽ വരുന്നത് നല്ലതാണ്. ഒരു പ്രശ്നത്തെ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കുമ്പോൾ, കൂടുതൽ നോയ്സ് ഉണ്ടാക്കുമ്പോൾ ആ ശ്രദ്ധിക്കപ്പെടേണ്ടവരുടെ വേഗം എത്തും. അപ്പം മറ്റു മാധ്യമങ്ങളും അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ വരുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് സൊസൈറ്റിക്ക് നല്ലതാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇതൊരു കോമ്പറ്റീഷനാണ്. ന്യൂസ് കൊടുക്കുന്ന ഒരു കോമ്പറ്റീഷനാണല്ലോ. അൺഫോർച്യുനേറ്റ്ലി നമ്മളിന്ന് അങ്ങനെ കാണുന്നുണ്ട് ഇതൊരു കോമ്പറ്റീഷനായിട്ട്. എന്തിനാണ് ന്യൂസ് കൊടുക്കുന്നതിൽ കോമ്പറ്റീഷൻ? നമ്മൾ 10 ചാനൽ കൊടുത്തിട്ടും ആൾക്കാർക്ക് തികയുന്നുണ്ടോ? ഒരു ചാനലുള്ള ദൂരദർശനിലെ അരമണിക്കൂർ ന്യൂസ് ബുള്ളറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ 10 ചാനലിൽ 24 മണിക്കൂർ വർക്ക് റൺ ചെയ്യുന്ന 3.5 കോടിയുള്ള ഈ നാട്ടിൽ നമ്മൾ ചെയ്യുന്നത്. കൂടാണ്ട് സോഷ്യൽ മീഡിയയും കൂടാണ്ട് 10-12 പത്രങ്ങളും, അല്ലേ? അപ്പോൾ ഇത്രയും മാധ്യമങ്ങൾ ഇവിടെ ചെയ്യുന്നത്, ഏതെങ്കിലും മാധ്യമം പൂട്ടിപ്പോയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1-2 മാധ്യമങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ടാവും. അത് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാവും. വേറെ ഒരു മാധ്യമവും പൂട്ടിപ്പോയിട്ടില്ല. ഉണ്ടോ? കേരളത്തിൽ തുറന്ന ഒരു മാധ്യമവും പൂട്ടിപ്പോയിട്ടില്ല. പിന്നെ ഏറ്റവും നല്ല എന്നെ പറ്റി, ബിഗ് ടിവിനെ പറ്റി പറഞ്ഞ വേറൊരു രാഷ്ട്രീയ നേതാവിനെ ഞങ്ങൾ പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു, ഓ, ബിഗ് ടിവി ബിഗ് സാലറി കൊടുക്കുന്ന ചാനലാണോ? ഞങ്ങൾ രണ്ടുപേരും, വിജയ് സാർ, ഞങ്ങൾ നല്ല സാലറി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് കൊടുക്കുന്നതാണ്. അത് ഇൻഡസ്ട്രിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്, ഞങ്ങൾക്കല്ല, ഇൻഡസ്ട്രിക്ക് താങ്ങാം. അത് പലരും കൊടുക്കാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ മാത്രമല്ല, ഞങ്ങൾ കാരണം മറ്റു സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകൾക്ക് സാലറി കൂടിയിട്ടുണ്ട്. അത് 10 സ്ഥാപനങ്ങളിൽ കൂടി മാത്രമല്ല, അത്രയും പേർക്കൂടെ ജോലി കിട്ടുകയും ചെയ്തു അഡീഷണലി. അപ്പം ഞങ്ങൾ വരുന്നത് നല്ലതല്ലേ സാറേ? ഇതിന്റെ ഇപ്പോൾ ലോഗോയും ഇതിന്റെ ഒരു തീമൊക്കെ ഒരു റെഡ് വരുന്നുണ്ട്. നിങ്ങൾ ഡേഞ്ചർ ആണോ? Without fear or favor. ഈ സാലറിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ പല ന്യൂസും വരുന്നുണ്ട്. സുജയ മാമിന് 10 ലക്ഷം രൂപയാണ് സാലറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യം എന്താണ്? എത്രയാണ് സാലറി? നിങ്ങൾ സോഷ്യൽ മീഡിയയില്ല, ഞാൻ മുഴുവൻ കാര്യങ്ങളും പറയാൻ റെഡിയാണ്. ടെലികാസ്റ്റ് ചെയ്യുമോ?
ചെയ്യാം. ഒരു ന്യൂസ് ചാനൽ റൺ ചെയ്യാൻ എത്ര രൂപ വേണം ഇവിടെ ഒരു മാസം? എത്ര രൂപ വേണം? ഒരു ന്യൂസ് ചാനൽ ഇവിടെ റൺ ചെയ്യാൻ എത്ര രൂപ വേണം? ഒരു ഐഡിയ? ഡിപ്പെൻസ് എന്ന് വെച്ചാൽ ഡിപ്പെൻസ് 50 lakhs 50 lakhs ന്യൂസ് ചാനൽ റൺ ചെയ്യാൻ. ആവറേജ് ഒരു 3.5 കോടി മതി ഒരു മാസം അല്ലേ? ആ 3.5 കോടി തിരിച്ചു കിട്ടാനായിട്ടുള്ള ഇവിടെയുള്ള അതിനുള്ള മാർക്കറ്റ് ഇവിടെയുണ്ട്, ഇവിടെ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്കുകളായി നിന്ന് പോയാൽ പോരെ, അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ആയിക്കോട്ടെ. ഇത്രയും പേര് കഴിഞ്ഞുകൂടി പോകുന്നില്ലേ അല്ലേ? അപ്പോൾ അത് നിൽക്കാനുള്ള മാർക്കറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനാ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കണം? ഒരു 1300 നല്ല വാർത്ത ചെയ്ത നല്ല പ്രസ്പെക്റ്റിൽ ചെയ്യുന്ന എല്ലാവർക്കും അത് റേറ്റിംഗ് ഞാൻ ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ റേറ്റിംഗിൽ വരുന്നില്ല ചാനലിൽ. റേറ്റിംഗ് ഫാബ്രിക്കേറ്റഡ് ആണ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വരുന്നുണ്ട്. എന്തിനാ ആർക്ക് നല്ല വാർത്ത ചെയ്ത് നമ്മൾ പോയി റേറ്റിംഗ് മാനിപ്പുലേറ്റ് ചെയ്യണ്ട? ജനത്തിനെ മാറ്റിക്കൊള്ളുമല്ലോ. എന്തിനാ പോയി മാനിപ്പുലേറ്റ് ചെയ്യണത് ഇല്ലേ? ക്രിപ്റ്റോ കറൻസി മനുഷ്യന് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് നമ്മൾ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയേണ്ട ആവശ്യം. മറ്റേ അറിയാവുന്ന വാർത്ത ചെയ്തു പോ, അറിയില്ലാത്ത വാർത്ത ചെയ്യണ്ട. ആൻസർ ക്ലിയർ ആണോ? അല്ല, ഞാൻ പറഞ്ഞത് ആ 3.5 കോടി എനിക്ക് തിരിച്ചു കിട്ടാൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ട സുജയല്ല, സുജ നിങ്ങൾ വിളിച്ചില്ല, സുജയെക്കാട്ടിൽ സുജയോടൊപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോ മാധ്യമപ്രവർത്തകരും ഏറ്റവും നല്ല സാലറി വാങ്ങിച്ചിട്ടാണ് ജോലി ചെയ്തിരിക്കുന്നത്. അതെൻ്റെ ബാലൻസ് ഷീറ്റിൽ മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ആർഭാടം കാണിച്ചിട്ടില്ല. ഈ വിവാദങ്ങളോടെല്ലാം എങ്ങനെ പ്രതികരിക്കുന്നു? ഈ വിവാദങ്ങളോടെല്ലാം എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, അത് എനിക്ക് വിവാദങ്ങളോട് പ്രതികരിക്കാനല്ലോ, എനിക്ക് ചെയ്യാനുള്ള ജോലി എൻ്റെ മുന്നിലുണ്ടല്ലോ. ഞാൻ തന്നെ അതിന് പ്രതികരിക്കുന്നത്. എൻ്റെ ടീമിനും അതിന് മുന്നിൽ പ്രവർത്തിക്കാനുള്ള സ്പേസും അതിനുള്ള ഒരു വഴിയും കിടപ്പുണ്ട്. എന്തിനാണ് ഞാൻ അതിനോട് പ്രതികരിക്കുന്നത്? നെഗറ്റിവിറ്റിയോട് എനിക്ക് താല്പര്യമില്ല. ഒരുപാട് ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഒരു ബിസിനസ് സൈഡ് കൂടി ഉണ്ടല്ലോ ഇതിൽ. ഇത് എത്ര നാൾ കൊണ്ട് ബ്രേക്ക് ഇവനായി പ്രോഫിറ്റ് ആവും എന്നുള്ളൊരു വിഷൻ ഉണ്ടോ? ഒരു 7-8 മാസം മതി. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ എൻ്റെ കമ്പനിയുടെ വിജയ് സാർ, എൻ്റെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഏത് ഓഡിറ്റർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ അതുണ്ടാവും. നിങ്ങൾക്ക് നോക്കാൻ പോയി എന്ത് കൊടുത്തു എന്ത് കൊടുത്തില്ല എന്ന്. ട്രാൻസ്പെറൻ്റ് ആണ്. എല്ലാ മാധ്യമങ്ങളും ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയുന്ന പോലെ. പക്ഷേ ട്രാൻസ്പെറൻസി ഞങ്ങളിവിടെ ഇംപ്ലിമെന്റ്. ബിഗ് TV 24/7 വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതാത് വർഷത്തെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് കാണാം. പ്രോഫിറ്റ് എത്ര കിട്ടിയത് മാത്രമല്ല, സാലറി പബ്ലിഷ് ചെയ്യാം. നിങ്ങൾ അറിഞ്ഞു, ഒരു കുഴപ്പമില്ല. എനിക്ക് ആരറിഞ്ഞാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരാളായിട്ട് മാത്രം ചെയ്യാം. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാക്കപ്പ് ഇല്ല, വിത്തൗട്ട് ഫിയർ എന്നാണ്. അതായത് ഏത് ന്യൂസും മുഖം നോക്കാതെ ജനങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയ ഒരു ചാനലായിരിക്കും ബിഗ് TV. മുഖം നോക്കാണ്ട് കൊടുക്കാൻ പറ്റുന്ന ന്യൂസ് ഇവിടെ ഉണ്ട്. അല്ല, എല്ലാ അത് നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന ന്യൂസ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ. എല്ലാ ചാനലുകൾക്കും അവരുടേതായിട്ടുള്ള പാർട്ടി ഇതുണ്ടാവല്ലോ. പാർട്ടി എന്തിനാ നമുക്ക് എന്തിനാ പാർട്ടിയുടെ നമ്മൾ വാല് പിടിക്കേണ്ട കാര്യം എന്താ? എത്ര വലിയ രാഷ്ട്രീയ നേതാവ് ഇതിന് വന്നാലും അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ നമ്മുടെ പുറകെ കിടക്കുക ഒരു മുഖം കാണിക്കാൻ. എന്താ അവരുടെ മുഖം കാണിക്കുന്നത്? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇപ്പൊ വിഷ്വൽ മീഡിയയിൽ പ്രസൻസ് ആവശ്യമാണ്. അത് അവരെ കുറ്റം പറഞ്ഞില്ല. കാരണം ഇന്നത്തെ മീഡിയയിൽ അവരുടെ പ്രസൻസ് ഇല്ലെങ്കിൽ അവർ ഔട്ടാവും. ഇന്ന് മൈക്കെടുത്ത് വെച്ച് 2 പ്രാവശ്യം പറഞ്ഞില്ലെങ്കിൽ സ്ഥാനാർത്ഥിയാവാൻ പറ്റത്തില്ല. അപ്പൊ എവിടെ മൈക്ക് കണ്ടാലും അവിടെ പോയെന്നെങ്കിലേ സ്ഥാനാർത്ഥിയാവാൻ പറ്റത്തുള്ളൂ. ആ കാലം മാറി അല്ലേ? നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലില്ലേ? നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ അവരെ വിമർശിക്കുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവാറില്ലേ? കാരണം അവരുടെ ഉയർച്ച അവരെ ബാധിക്കും. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ പണ്ടത്തെ പോലെയല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഇൻസെക്യൂറാണ്. രാഷ്ട്രീയ നേതാക്കൾ ഇൻസെക്യൂറാണ്. ഈ വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്നുള്ള സാധനം പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് പ്രമുഖ നടൻ, പ്രമുഖ ഹോസ്പിറ്റൽ, പ്രമുഖ ഇത്. അപ്പൊ ഇനി ഈ പ്രമുഖ മാറ്റിയിട്ട് അവരുടെ പേരുകളൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടോ? ഇല്ല, നമ്മൾ ഇനി ഒരു വ്യക്തിനെയോ ഒരു പ്രസ്ഥാനത്തിനെയോ ഒക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൃത്യമായ രേഖകൾ വേണം.
ഇന്നത് ചെയ്തിട്ടില്ല. ഒരു അസംഷനിൽ നമുക്ക് പറയാൻ പാടില്ല. ഒരു പ്രമുഖ സ്ഥാപനം ചെയ്തു എന്ന് പറയാൻ പാടില്ല. അത് പറയണമെങ്കിൽ നിങ്ങൾക്കത് വാലിഡ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ പറയാനൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ ഒരു ചെറിയ ന്യൂസ് നമ്മളെ ഒരു എസ്ഐയിൽ പറയുന്ന ഒരു ന്യൂസ് പറയുമ്പോൾ അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു 10, 800, 1000, 1500 പേരുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം. അവരുടെ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത്, ഒരു പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത് ഒരു മീഡിയയുടെ അജണ്ടയല്ല. നമ്മളൊരു സൊസൈറ്റി ബിൽഡ് ചെയ്യാൻ ആവശ്യമുണ്ട്. അതിനെക്കാട്ടിൽ ഒരുപാട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സിസ്റ്റം ഇവിടെയുണ്ട്. കറക്റ്റ് ചെയ്യുന്ന സിസ്റ്റം. നിങ്ങൾ ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഹോട്ടലോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സാധാരണ ഒരു സ്ത്രീക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടിന് മുകളിലേക്ക് കിടക്കുന്ന ഒരു മരം മുറിച്ച് കൊടുക്കാനായിട്ട് ഇവിടുത്തെ സിസ്റ്റത്തിന് പറ്റുന്നില്ല. ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. വലിയ കാര്യങ്ങളുണ്ട്. ഞാൻ 700 കോടി 800 കോടി അഴിമതി അല്ല പറയണം. കുഞ്ഞു കാര്യങ്ങൾ ഇവിടുത്തെ മീഡിയകൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം നേരെയാവും, ഇല്ലേ? അപ്പൊ ഇവിടുത്തെ സിസ്റ്റം ആദ്യം നേരെയാക്കുക. സിസ്റ്റം ശരിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. ഇവിടെ ആരെങ്കിലും ന്യൂസ് ചാനൽ കാണുമോ? സിസ്റ്റം കറക്റ്റായിട്ട് നടക്കുന്ന ഒരു രാജ്യമായിരുന്നെങ്കിൽ എന്തിനാ ഇവിടെ ന്യൂസ് ചാനലിന്റെ ആവശ്യം? വിജയ് സാർ, എന്തുകൊണ്ട് കേരളം? Why Kerala? We started with Telugu. We want to expand. So, next option is Malayalam. The reason I feel Kerala is very vibrant state where exceptionalism, professionalism is there. So and then they have a lot of interest in the news, very well educated people. So personally I like Kerala. അതിലൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഒന്നില്ലെങ്കിൽ മിനിസ്റ്റർ അല്ലെങ്കിൽ സ്ഥലം MLA ആരെങ്കിലും ഇതിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ആരെയും കണ്ടില്ല, ഒരു സിനിമ നടനോ നടിയോ ആരെയും കണ്ടില്ല. അത് മനഃപൂർവ്വമാണോ അതോ ഒഴിവാക്കിയതാണോ? അല്ല സാർ, ഈ ചാനൽ എത്ര നാളുകൊണ്ട് ഒന്നാമതാവും? ഐ മീൻ ഫസ്റ്റ് പൊസിഷൻ. നിങ്ങൾ എന്ത് വെച്ച് മെഷർ ചെയ്തിട്ട് ഒന്നാമതാക്കാൻ കാണുന്നത്? അത് റേറ്റിംഗ് ആണോ? അതെ അതെ. റേറ്റിംഗിൽ മത്സരത്തിൽ ഞാനില്ല. റേറ്റിംഗ് എന്ന് പറഞ്ഞ മെഷർ മീറ്ററിൽ ഞാൻ 11ാമതായാലും 1ാമതായാലും ഞങ്ങളുടെ ടീമിന് എൻ്റെയും ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെയും ഒരേ വികാരമാണ്. അതൊരു സെയിൽസ് ടൂൾ മാത്രമാണ്. അതൊരു പോപ്പുലാരിറ്റി മെഷീൻ അല്ല. ചില സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ കണ്ടായിരുന്നു, ഓഫീസ് ഇവിടെ അല്ല, അപ്പോൾ ഇവിടുത്തെ പല ചാനലിനും റിപ്പോർട്ടേഴ്സിനൊക്കെ വിളിച്ചിട്ട് പല സ്ഥലത്താണ് ഉള്ളത്, കൊച്ചിയിൽ സ്റ്റുഡിയോ ആകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ടൈറ്റിൽ കണ്ടായിരുന്നു. അതിനോട് എന്താ പറയാനുള്ളത്? വളരെ സത്യമാണ്. ഞങ്ങള് ഇവിടെ മരടില് ജംഗ്ഷനിലെ AMB പാർക്ക് എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൽ ഫ്ലോർ നമ്പർ 2 ഞങ്ങളുടെ സ്റ്റുഡിയോ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഈ 28ാം തീയതി മാർച്ച് 2ാം തീയതി അതിൻ്റെ ഫുൾ ഫംഗ്ഷനിങ് കഴിയും. പക്ഷേ ഞങ്ങൾ ലോഞ്ച് പ്രീപോൺ ചെയ്യാറ്. ഞങ്ങൾ മാർച്ച് എന്നുള്ളത് ഞങ്ങൾ പ്രീപോൺ ചെയ്തത് കുറച്ചുകൂടെ നേരത്തെ ആക്കി, 2 weeks നേരത്തെ ആക്കിയപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിൽ പുതിയ സ്റ്റുഡിയോ കോംപ്ലക്സ് ഫിനിഷ് ചെയ്ത് കിടക്കുകയായിരുന്നു അവിടുത്തെ ആക്ടർ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പെട്ടെന്ന് മാറി. ബിക്കോസ് ഇവിടെ ഇലക്ഷൻ വരുന്ന കാരണം നമ്മൾ നേരത്തെ അവിടെ സ്റ്റാർട്ട് ചെയ്യണം. മാർച്ച് 5, 8 ഞങ്ങളിവിടെ കൊച്ചി ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ കാണാം, ഇപ്പോൾ വന്നാലും പണി നടക്കുന്ന കാണാം. സാറേ, 10 നിന്ന് 11 ബിഗ് ടി വി എന്നുള്ളൊരു ചാനൽ വരുമ്പോൾ സാറിൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്നത് ഒരു പുതിയ ചാനൽ തുടങ്ങണം, എന്താ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം? ഒരു പ്രേക്ഷകന് 10 ചാനൽ വേണോ ശരിക്കും ഒരു വാർത്ത കേൾക്കാനായിട്ട്? വാർത്തയുടെ പ്രശസ്തിയില്ലായ്മ കൊണ്ടാണോ അതോ? അല്ല, എല്ലാ ചാനല് എനിക്ക് പ്രിന്റ് മീഡിയ കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു സംസ്കാരം കാണിക്കാറുണ്ടെന്ന് തോന്നുന്നു. അത് കുറഞ്ഞു വരുന്നത് ടെലിവിഷൻ മേഖലയിലാണ്. എല്ലാ ചാനലും നടക്കുമ്പോഴും സത്യം, നീതി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അവസാനം പോയി വഴി അതിങ്ങനെ വളഞ്ഞൊടിഞ്ഞ് പോകുന്നതാണ്. പിന്നെ അവരവരുടെ താല്പര്യങ്ങൾ, മാനേജ്മെൻറ്റിൻ്റെ താല്പര്യങ്ങളൊക്കെ നോക്കി, അത് പൊളിറ്റിക്കലാവാം, ചിലർക്ക് പോപ്പുലാരിറ്റി ആവാം, ചിലർക്കത് റേറ്റിംഗ് ആവാം,
അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ എന്തിനാണ് ഉള്ളതെന്ന് അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകുന്നു. പിന്നെ ഇത് ന്യൂസ് ചാനലുകൾക്ക് കാശുണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയൊന്നുമല്ല, ഇങ്ങനെ ധരിക്കുന്നുണ്ടല്ലോ ആരെങ്കിലും. പിന്നെ ഇത് പൊളിറ്റിക്കൽ പവറാണ്. ഞങ്ങൾക്ക് ആർക്കും പൊളിറ്റിക്കൽ ആംബിഷൻസ് ഇല്ല. എന്നോടൊരു ഓൺലൈൻ മീഡിയയുടെ ഒരാൾ ഇൻ്റർവ്യൂ ചോദിച്ചത് നിങ്ങൾക്ക് പാർലമെൻ്ററി ആംബിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്കില്ലാതെ ഞാൻ എനിക്കില്ല പാർലമെൻ്ററി ആംബിഷൻ ബേസിക്കലി. പക്ഷേ എനിക്ക് പബ്ലിക്കിൽ സെർവ് ചെയ്യണമെന്നുണ്ട്, അത് സർവീസായിട്ട് എടുക്കുന്നുണ്ട്. ആ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഞാൻ പറഞ്ഞത് 140 നിയോജകമണ്ഡലങ്ങളുണ്ട്. ഞാൻ 140 നിയോജകമണ്ഡലങ്ങളിലെ MLA-യുടെ അതേ പവറിലാണുള്ളത്. എനിക്കൊരു കാര്യം ജനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും, എൻ്റെ ടീമിന് ചെയ്യാൻ പറ്റും. ഞാനതിൽ മാത്രം വിശ്വസിക്കുന്നു. അല്ല സാർ, ഇപ്പോൾ ഇലക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള മുമ്പുള്ള ചാനൽ അതിനെക്കാട്ടിയും ഗംഭീരമാവുമോ? ഈ ഇലക്ഷന് മുമ്പ് തന്നെ നമുക്ക് ഓണറായി കാണാൻ പറ്റുമോ ബിഗ് ടി വി? ഇലക്ഷന് മുമ്പ് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ഓണറിൽ വരും. ഞാൻ അത് എന്താ ഡേറ്റ് കൃത്യമായി പറയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ടെക്നിക്കൽ ഗ്ലിച്ചസ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ ടി വിയിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ സിഗ്നൽ വരും. അത് ഡേറ്റ് എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഡേറ്റ് കറക്റ്റ് അറിയാം. ഈ ഇലക്ഷനിൽ നമ്പർ 1 ആയിരിക്കുമോ? ഞാൻ വീണ്ടും പറയണു, ഞാൻ നമ്പർ 1-നും നമ്പർ 10-നുമല്ല, ഞങ്ങൾ വേറൊരു വഴിയെ പോവുക. പരസ്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ സെയിൽസ് വിഭാഗം മര്യാദയ്ക്ക് പണിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ. അത് ഒരു മാനേജറിൻ്റെ കീഴിലുള്ള കണ്ടന്റ് ടീമോ, ഞാൻ ഇവിടുത്തെ ഏത് മാനേജറിലും കണ്ടന്റ് ടീം ഒന്നും മോശമല്ല, അവരവരുടെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സെയിൽസ് ടീം ഇതിൻ്റെ ഒരു വിമർശനമായിട്ട് തന്നെ എടുത്തു. അതുകൊണ്ടാണ് സോ ദിസ് ഞങ്ങളുടെ സെയിൽസ് ടീം. അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളോടൊപ്പം ഉള്ളതാണ് പല പല സ്ഥലങ്ങളിലും പല മേഖലകളിലും. അവരവരുടേതായ കഠിനാധ്വാനവും അവരുടെ ഇന്നോവേഷൻസും കൊണ്ടാണ് അവരിവിടെ വരുത്തിയത്. സെയിൽസിൽ ഇന്നോവേഷൻസ് കൊണ്ട് തന്നെ ക്ലയൻസിന് അവരുടെ ബിസിനസ് ബെറ്റർ ആക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് ഉയർച്ച. ആന്ധ്രാപ്രദേശിലേക്ക് പോവുകയാണ്. ജേർണലിസ്റ്റുകൾക്ക് നല്ല ശമ്പളം കൊടുത്ത് അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ട് പണിയെടുപ്പിക്കാൻ പോവുകയാണ്. ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരത്തേയില്ല. എല്ലാമുള്ള ആൻസർ ആയി എന്നാണ് കരുതുന്നത്. എന്തിനാണ് ബിഗ് ടി വി? എന്തിനു വേണ്ടിയിട്ടാണ് ബിഗ് ടി വി? ആരൊക്കെയാണ് അതിന് പിന്നിൽ? എല്ലാത്തിനും ഉള്ള ഉത്തരം ആയി എന്ന് തോന്നുന്നു.